അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടുകൂടി വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ നിസ്കാരത്തെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ട് പാഴാക്കിയാൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് കരഞ്ഞു പോരായത്താണ്. വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാഹ് വത്തബഉ ശഹവാ വസൗഫ യൽഖൗന ഗയ്യാ. അങ്ങയുടെ കാലശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങളാരാ? അല്ലാഹു സ്വലാഹ്, അല്ലാഹു സ്വലാഹ്. അവർ നിസ്കാരം പാഴാക്കി കളയുന്നവരാണ്, അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ്. കല്യാണത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ നിസ്കരിക്കൂല. വത്തബഉ ശഹവാ. അവരുടെ ശരീരം എന്ത് ആഗ്രഹിക്കുമോ ആ ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവരാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളുടെ റൂഹാക്കി നമ്മൾ മാറ്റണം. മരണത്തിന് സമയമാവട്ടെ ഉസ്താദേ എന്നിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കരുതണ്ട. എപ്പോ മരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദീനീ പ്രവർത്തകനായ തട്ടത്തുമലയിൽ വാഴോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. എന്റെ പ്രഭാഷണം കേട്ട് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറിയ ഒരു സഹോദരനാണ്. ആ സഹോദരന്റെ അനുജൻ ഇന്നലെ വൈകുന്നേരം നിലമയിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ഗോകുലം മെഡിക്കൽ കോളേജിൽ വളരെ അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എപ്പോ മരിക്കുമെന്നെ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും പറയാൻ പറ്റും, ഒരാൾക്കും പറയാൻ കഴിയും. അതുകൊണ്ട് ഈ യാത്ര മരണമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ ഓരോരുത്തരും. എന്റെ അട്ടക്കുളങ്ങര പള്ളിയിൽ കഴിഞ്ഞ റമദാൻ ഒരു സഹോദരൻ പിരിവിന് വന്നു. എനിക്ക് എന്നും എപ്പോഴും ആ സഹോദരൻ ഞാൻ ദുആ ചെയ്യും. നൗഷാദ് എന്ന പേര് അതുകൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. റൂമിൽ വന്നിട്ട് ആ സഹോദരന്റെ കൈ വിരലിങ്ങനെ മടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ സഹോദരന്റെ ചിറി ഇങ്ങനെ ഒരുമാതിരി കൂടിപ്പോയ രീതിയിൽ ഇരിക്കുന്നു. പിന്നെ ആ സഹോദരനുള്ള രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നത് അപസ്മാര രോഗമാണ്. എപ്പോഴാണ് ആ രോഗം വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. റൂമിൽ വന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങളുടെ പേരാണ് എന്റെ പേര്, എനിക്ക് ദറസിൽ പഠിക്കണമെന്ന്, ഉസ്താദ് ആവണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. എന്റെ ഉമ്മ എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കി. പക്ഷെ എന്റെ ഉമ്മച്ചി എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ ഒരു ദിവസം ഉസ്താദും ഒത്തൊരു പരിപാടിക്ക് ഒരു വീട്ടില്, മുത്തലിമ്യങ്ങളാവുമ്പോ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുമല്ലോ, അതിന് പോയപ്പോ അവിടെ വെച്ച് എനിക്ക് അപസ്മാര രോഗം വന്നു. ഉസ്താദിനോട് സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ മാറ്റിയില്ല എങ്കിൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് ദറസോടുകൂടി പിരിച്ചുവിടുന്നു. അതെങ്ങനെയാണല്ലോ, സെക്രട്ടറിമാരുടെ ഭീഷണിക്ക് മുന്നിലാണ് ഉസ്താദുമാരുടെ ജോലി. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ഉസ്താദുമാരുടെ ഭീഷണിക്ക് മുന്നിലായിരിക്കണം ഒരു മഹല്ല് വളരേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹല്ല്, ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു മഹല്ല് അങ്ങനെ വളർന്നിട്ടുണ്ടോ? ആ മഹല്ല് ഇന്ന് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇന്നും കെട്ടുറപ്പോടുകൂടി നിലനിൽക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് തെരഞ്ഞെടുപ്പിന് പിന്നെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് വോട്ട് നടത്തുന്നു, ഇലക്ഷൻ നടത്തുന്നു, പിടിച്ചു തള്ളുന്നു. അതുപോലെ ഞങ്ങൾ കമ്മിറ്റി ഇരിക്കുമ്പോ 50,000 ഫണ്ടിലുണ്ടായിരുന്നു, നിങ്ങൾ കമ്മിറ്റി കയറിയപ്പോൾ ഉള്ളതും പോയില്ലേ, ഇതൊക്കെ പറഞ്ഞങ്ങനെ ചർച്ചകളും ബഹളങ്ങളും. അപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉസ്താദെ അങ്ങനെ എന്റെ ദറസ് ജീവിതം നിന്നു. എന്റെ ഉമ്മാടെ അടുത്ത് എന്റെ ഉസ്താദ് കൊണ്ടുവന്നാക്കിയിട്ട് ഇനി അവൻ എങ്ങും വിടണ്ട, അവന് രോഗമാണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലാക്കി. പ്രിയപ്പെട്ട ഉസ്താദെ, അന്നു മുതൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ബാങ്കിന്റെ ദുആ അറിയാം. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാണ്, പാപം നല്ല ബുദ്ധി പോലുമില്ല ഉസ്താദെ, എനിക്ക് ബാങ്കിന്റെ ദുആ അറിയാം, യാസീൻ പകുതി വരെ അറിയാം, എന്റെ നാട്ടിൽ ആര് മരിച്ചാലും ഞാൻ അവിടെ പോയിരുന്നോതും. ആ സഹോദരന്റെ വീടെവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസിൽ ആ സഹോദരന്റെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകാനുള്ള വഴി എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുന്നു, എന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയാലും ഉസ്താദേ പിരിവിന് വേണ്ടി ഞാൻ പള്ളികളിൽ വരുന്നവനാണ്, എനിക്ക് വാപ്പയില്ല, എന്റെ ഉമ്മ രോഗിയാണ്, അതുകൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോ ആരെങ്കിലും തരുന്ന പൈസ കൊണ്ടാണ് ഉസ്താദ് എന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എഴുതി വെച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ്. കാരണം എന്തെന്നറിയോ മോനെ,
വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് നിനക്ക് ഈ അസുഖം വന്നു പോരാൽ, ഈ അസുഖം വന്ന പോലെ നിന്റെ തല ഏതെങ്കിലും സ്ഥലത്തിടിച്ച് നീ എങ്ങും മരിച്ചു പോയാ, പൊന്നുമോനെ നിന്റെ മയ്യത്ത് കൊണ്ടുവരാ, നിന്റെ മയ്യത്ത് കൊണ്ടുവരാ. നിന്റെ വീട് ഏതെന്നറിയണമല്ലോ. അങ്ങനെ ആര് നിന്റെ മയ്യത്ത് കണ്ടാലും നിന്റെ പോക്കറ്റിൽ നിന്ന് വീടിന്റെ അഡ്രസ് കണ്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മോനെ ഇത് ഞാൻ എഴുതി തന്നത് എന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോരെങ്കിലും, സഹോദരങ്ങളെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. മാമം അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ ജ്യേഷ്ഠനായ അബ്ദുൽ ഫത്താഹ് മൗലവി, അബ്ദുൽ ഫത്താഹ് മൗലവിയുടെ പ്രിയപ്പെട്ട ഭാര്യ 10 ദിവസം പനി പിടിച്ച് കിടന്നിട്ടാണ് മരിച്ചത്. ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, കിഡ്നി തകരാറല്ല, മറ്റു മാരകമായ രോഗങ്ങളല്ല, പനി മാത്രമാണ് പനി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 ദിവസത്തിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, 14 വയസ്സുകാരനായ സഹോദരൻ മരണപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, പനി പിടിച്ചിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ ആകട്ടെ, അടുത്ത റമളാനാകട്ടെ, നാളത്തെ വഅദ് കൂടി കഴിയട്ടെ, ഞാൻ നന്നാവാമെന്ന് തീരുമാനിക്കാറ്. ഈ രാത്രി അല്ലാഹു നിനക്ക് തന്ന രാത്രിയാണ്. രക്ഷപ്പെടാനുള്ള കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട രാത്രിയാണ്. പ്രതിഫലത്തിന്റെ പടുംകൂറ്റമാണ് പർവ്വതത്തിന്റെ മുകളിലേക്ക് അനുഗ്രഹത്തിന്റെ ചിറക് വിടർത്തിയിട്ട് റഹ്മത്തിന്റെ മാലാഖമാരോടൊപ്പം പറന്നു പോകാൻ ഈ വിശാലമായ ഗ്രൗണ്ടിനകത്ത് അല്ലാഹു തന്നിരിക്കുന്ന നല്ല വേദിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നൗസാദ് ബാഖവിയാണ് പറയുന്നതെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ മനസ്സിരുത്തിയിട്ട് ചിന്തിക്കുക. അല്ലാഹു തീരുമാനിച്ച പരിപാടിയാണ്. ഒരു നിമിത്തമെന്ന പോലെ പടച്ചതമ്പുരാൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. അതുകൊണ്ട് കാഫിരീങ്ങളുടെ റൂഹായിട്ട് എന്റെ റൂഹ് നരകത്തിൽ പോകാതിരിക്കാൻ, തെറ്റ് ചെയ്യുന്നവരുടെ റൂഹായിട്ട് എന്റെ റൂഹ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കാതിരിക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തഖ്വയുള്ളവനായി മാറുക. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കണം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ യാക്കൂബ് നബി പറയുന്നു, അസ്റായീലേ, ഓർത്തിരിക്കാതെ നിലച്ചിരിക്കാതെ വന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നവനല്ലേ അസ്റായീലേ നീ? അസ്റായീൽ പറഞ്ഞു, നബിയേ, എന്റെ ജോലി എങ്ങനെയാണ്, എന്റെ തൊഴിലതാണ്, എന്നെ പടച്ചതമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ആരുടെയും റൂഹ് അവരുടെ അനുവാദമില്ലാതെ പിടിച്ചുകൊണ്ടുവരാനാണ്. അതുപോലെ നബിയേ, ആ ജോലി എനിക്ക് മാറ്റാൻ പറ്റൂല. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്റായീലേ, എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ. എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണം. അസ്റായീൽ പറഞ്ഞു, നല്ല ചേലായി. അല്ലാഹു ഇതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ട് റൂഹ് പിടിക്കാൻ പറഞ്ഞിട്ടില്ല നബിയേ. എന്റെ ഡ്യൂട്ടി പോലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാഹു ആ ജോലി എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് യാക്കൂബ് നബിയെ മുന്നറിയിപ്പൊന്നും തരാൻ പറ്റൂല, ഞാൻ വന്ന് സമയാവുമ്പോ പിടിച്ചോണ്ട് പോകും. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്റായീലേ, അല്ലാഹുവിനോട് നീ സംസാരിച്ചിട്ട് എന്റെ കാര്യം ഒരു പരിഗണന എത്തിക്കണം. അങ്ങനെ അവസാനം അസ്റായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് പറയുന്നു, നബിയേ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 ദൂതന്മാരെ ഞാൻ പറഞ്ഞു വിടുന്നതാണ്. 3 പേരെ പറഞ്ഞു വിട്ടിട്ടല്ലാതെ നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കൂല നബിയേ. യാക്കൂബ് നബിക്ക് വലിയ സന്തോഷമായി. റൂഹ് പിടിക്കാൻ അസ്റായീൽ വരുന്നതിന് മുമ്പ് 3 പേരെ അസ്റായീൽ പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അസ്റായീലും. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാലോ? അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ എന്നും സീരിയൽ കാണും, എന്നും പലിശ വാങ്ങും. കാരണം അസ്റായീൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി കാര്യം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ രോഗം പിടിപെട്ടു, മരണക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോ അസ്റായീൽ വന്നു. യാക്കൂബ് നബി ചോദിച്ചു, അല്ല അസ്റായീൽ എന്താ വന്നത്? അസ്റായീൽ പറഞ്ഞു, നബിയെ, ഇന്ന് വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ആരും ചോദിക്കുന്ന ആള് നിങ്ങളാണ്. ഞാൻ വന്നത് റൂഹ് പിടിക്കാനാണ്. യാക്കൂബ് നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വല്ലാത്ത പരിപാടിയായിപ്പോ. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു.
നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നല്ലോ. എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 പേരെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ അസ്രായിലെ ആ കരാറ് നീ മറന്നുപോയോ? അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വാക്കുപാലിക്കുന്നയാളാ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് 3 പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ, ഇവിടെ വന്നില്ലേ? യാക്കൂബ് നബി പറഞ്ഞു, ഇല്ല. അസ്രായിൽ പറഞ്ഞു, വന്നു. ആരാണത്? അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, ഒന്ന് ബയാലു ശഅരിക ബഅദ സവാദിഹി, നബിയേ നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു, ആ രോമം വെളുത്തില്ലേ നബിയേ? അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ 1ാമത്തെ സിഗ്നലാണ് നബിയേ. 1ാമത്തെ ദൂതൻ അതാണ്. നരച്ചു പോയാൽ പിന്നെ വലിയ താമസമില്ല. ഇപ്പൊ സഹോദരിമാര് വിചാരിക്കും, അല്ലാഹുവേ എന്റെ പിന്നെ ഇക്കാടെ കാര്യം ഏകദേശം ഒതുങ്ങാറായി, ഇനിയിപ്പോ നരയ്ക്കാനൊന്നും ബാക്കിയില്ല, ഏകദേശം എന്റെ ഇക്കാടെ കാര്യം ഒതുങ്ങാറായി. നിസാരമല്ല. നരബാധിച്ചവരെ ആരും കളിയാക്കണ്ട. അവര് ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ മരണത്തിന് മുമ്പ് അല്ലാഹു അവർക്ക് അങ്ങനെ ഒരു അടയാളം കൊടുത്തില്ലേ? അടയാളം കൊടുക്കാതെ എത്ര പേര് മരിക്കുന്നു? നല്ല കറുത്ത രോമമുള്ള എത്രയോ പേര് മരിച്ചുപോയി. ആലോചിച്ച് നോക്കി. അപ്പോ ഇവർക്ക് അല്ലാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലാഹു പറഞ്ഞു, എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി, അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് തസ്ബീഹ് എടുത്തോ, ദിക്ർ ചൊല്ലിക്കോ. ആഴ്ചപ്പതിപ്പും ആരോഗ്യ മാസികയും 10 വയസ്സ് കുറയാൻ 10 വഴികളെന്നും പറഞ്ഞ് ഉമ്മാമാക്ക് വാങ്ങിച്ചുകൊണ്ടിട്ട് കൊടുക്കണ വനിതയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ചോദിക്കോ, യാസീൻ ബുക്ക് കയ്യിലെടുത്തോ. 10 വക ഏടും 15 വക ഏടും പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ. 15 വക ഏട് 10 വക ഏട് അത് ഇത് അങ്ങനെ എന്തെല്ലാമായിരുന്നു. അതിന് പകരം അലമാര ഇരിക്കുന്നത് എന്താ? കൽവാണ് ഫാത്തിമ, കാലാണ് ആയിഷ, നെഞ്ചാണ് റംല, കുടലാണ് സൈനബ എന്ന് പറഞ്ഞ കുറെ ആൽബം കാസറ്റുകളാ ഒടുങ്ങി തിന്നാൻ. എന്താ മൊഞ്ചുള്ള പാട്ടുസ്താദേ അല്ലോ. ഉടനെ ജുമയിലെത്തി 16-ാം ഭാഗം 40-ാം കത്ത് ഉറങ്ങാത്ത ഭാഗ്യം ഉടനെ ജുമയിലെത്തി. പാപ്പ അവർക്ക് അതാ ഇഷ്ടം. നബിദിനത്തിന്റെ തന്നില്ല സമ്മാനം തന്നില്ല. മുട്ടുവരെയുള്ള പാവാട ഇട്ടിട്ട് കുറെ തിളങ്ങുന്ന ഷർട്ട് ഇട്ടുകൊണ്ട് കോല് കളിക്കാൻ കുറെ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ഹജ്ജ് ചെയ്തോര് പോലും പറയാം, നല്ല മൊഞ്ചുള്ള പാട്ടു, സുബ്ഹാനല്ലാഹ്, തികഞ്ഞു. ആലോചിച്ച് നോക്കി. ഇതിന്റെ ഗൗരവം നമ്മളെ പിശാചി ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഗൗരവത്തോടെ ആലോചിക്കണം. ഞാനിത് തമാശക്ക് പറയണതല്ല. നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ? നമ്മളൊക്കെ അതിൽ കുടുങ്ങിപ്പോയില്ലേ? നമ്മളൊക്കെ അതിന് അഡിക്റ്റായി പോയില്ലേ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നര നല്ലതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താൻ മരിക്കുമെന്ന് മുഖത്ത് നോക്കിയിട്ട് പറയാ, ഒരാളെ ജോലിക്ക് നിശ്ചയിച്ചു എന്നും ഒരാള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട്, ഉമറേ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് 1-ാം തീയതി ഒന്ന് ശമ്പളവും മാച്ചോണ്ട് വെക്കും. അങ്ങനെ ഒരു ജോലി ദുബായിലോ സൗദിയിലോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ചെറുപ്പക്കാരി കേരളത്തിൽ വാതക കാണും. എല്ലാം പ്രമാണ സൊസൈറ്റി കൊണ്ടുവച്ച് കേൾവിക്കും. അവിടെ പോയിട്ട് അറബിയുടെ മുഖത്ത് നോക്കിയിട്ട്, അറബി നിങ്ങൾ മരിക്കും നിന്നെ കുരു കൊണ്ടുപോടാ ചീത്താൻ എന്ന് പറയുമ്പോൾ 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം. നല്ല ജോലി. 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം. ആലോചിച്ച് നോക്കേ. ഈ ഒരു അവസ്ഥ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വന്നു. എന്നിട്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാഢ്യരോമത്തിൽ നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇനി നിൽക്കണ്ട, പൊയ്ക്കോ. ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, നിനക്ക് പോകാം. ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറയുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജോലിക്കാരനെ പിരിച്ചു. നമ്മളോ നരബാധിച്ച ഉപ്പാപ്പ ഒരു ദിവസം പള്ളിയിൽ വരുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നു, അല്ലാഹുവേ, അബൂബക്കർ സാഹിബേ, നിങ്ങളുടെ നരച്ചുപോയ താടിയൊക്കെ ഇപ്പൊ കറുപ്പിച്ചല്ലോ, എന്ത് പറ്റി? എന്താ പറ്റിയത്? സഹോദരി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഇക്ക, എല്ലാ പെണ്ണുങ്ങളും എന്നെ കളിയാക്കുക. എനിക്കാണെങ്കിൽ 30-35 വയസ്സല്ലേ ആയോളൂ. നിങ്ങൾ പെട്ടെന്ന് വയസ്സായി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചില്ലല്ലേ? നിങ്ങൾ ഇപ്പോഴും ഒരു പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി, അള്ളാണ് എന്റെ ഉപ്പ എന്റെ ഇക്ക ചക്കുവള്ളിയൊക്കെ കിട്ടിക്കിടാ വിറയ്ക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണ് ഋത്തിക്രൂക്സിന്റെ കണ്ണ്. അതുകൊണ്ട് എന്റെ ഇക്ക ഈ നരച്ച മുടി അള്ളാണ് നിങ്ങളൊന്ന് കറുപ്പിച്ചോണ്ട് വന്ന എന്റെ ചക്കര ഹസ്ബൻഡ് അല്ലേ?
അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി കുഷൻ കസേരയിൽ മലർന്നു കിടന്ന് വെള്ളരിക്കയും വെട്ടി കണ്ണി വെച്ച് കറുപ്പിച്ചുകൊണ്ടിറങ്ങി വരിക. സാർ ചോദിച്ചു, എന്തു പറ്റി? വൈഫിന് ഇഷ്ടമല്ല. വൈഫിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കറുപ്പിച്ചു. നാണമില്ലേ സഹോദരങ്ങളെ? നിക്കാഹിന് വെച്ചിരുന്ന ദാടി പോലും ഇത്തിരി പോന്ന ഒരു പെണ്ണ് മരിച്ച മൂന്നിന്റെ മണ്ണിനോട് ചേർന്ന് പുഴുപ്പളിഞ്ഞു പോകുന്ന ഒരു പെണ്ണ് പറഞ്ഞതിന് വേണ്ടി കേട്ടോ ഇസ്ലാമിന്റെ ചിഹ്നത്തെ വടിച്ചു കളയുന്ന വിവരം കെട്ട ചെറുപ്പക്കാരാ, ആർക്കു വേണ്ടിയാണ് മോനെ പിന്നെ നീ ദുനിയാവിൽ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണടാ? ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്ത് വേണ്ടേ? അതും ഈ പെണ്ണിന് വേണ്ടി. അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞില്ലേ? എന്തിനു കൊള്ളാം നമ്മെ? അല്ലാഹു കാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. ഇന്ന് വെളുപ്പതിനെ കറുപ്പാക്കാൻ ഇറങ്ങുന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് തേച്ചാ നിന്റെ വുളു ശരിയാവൂല, നിന്റെ കുളി ശരിയാവൂല, നിന്റെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കൂല. പടച്ചോന് കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുവിട്ട ഒന്നാമത്തെ ദൂതൻ. ഇതാണ് രണ്ടാമത്തേതാരാണ് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ണീരോട് അസ്രായിലിനോട് ചോദിക്കുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം പറയുന്ന, നബിയേ അങ്ങയുടെ ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് തന്നിരുന്നല്ലോ, ഇന്ന് ആഫിയത്ത് പോയല്ലോ, അങ്ങ് രോഗിയായി തീർന്നല്ലോ. അങ്ങേക്കൊന്ന് വലിയ രോഗങ്ങളാണ്, തളർന്നു പോയല്ലോ, അങ്ങേ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ സിഗ്നലാണ്, മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ. രോഗമാകുക, തളർന്നു പോവുക എന്നുള്ളത്. ഇന്ന് രോഗമില്ലാത്ത ആരാ ഉള്ളത്? സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ്. ഒറ്റെണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ വയ്യ, തുണി അലക്കാൻ വയ്യ, വാഷിംഗ് മെഷീനിൽ പോലും തുണി അലക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം. അത്രയ്ക്ക് രോഗമാണ്. ഭർത്താക്കന്മാർക്കും രോഗമാണ്, വലിയ വലിയ രോഗം. പാപ്പമാരെ നിസ്കാരം കഴിഞ്ഞാൽ മുന്തിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും. ഇത് ഷുഗറിൻ്റെത്, ഇത് പ്രഷറിൻ്റെത്, ഇത് അപ്പുറത്തെ ശുക്കൂറിൻ്റെത്, തന്നയച്ചതാ പള്ളിയിൽ നിന്ന് ഓതനം അവന് കൊടുക്കാൻ. അങ്ങനെ 100 കണക്കിന് ഗുളിയ കെട്ടിന്നും പോക്കറ്റിന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവരാ. നിനക്ക് ഗുളിയൊന്നും ഇല്ലടേ ഇബ്രാഹിം? ഇല്ല. എന്തിനാണ് ഇങ്ങനെ നടക്കണത്? 10 ഗുളിയ ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു ഹാജിയാരാ നീ? അപ്പോ അങ്ങനെ ഗുളിയയുടെ ലോകമായി മാറി ആണുങ്ങൾക്കെല്ലാം അത്. അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. പശുവിന് പിണ്ണാക്ക് കലക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും, വാങ്ങിക്കൊണ്ട് വന്ന് കലക്കി വെച്ചിട്ട് ഇക്ക കോഴ്സ് റെഡി, കോഴ്സ് ഇക്ക വന്ന് പതുക്കെ മുക്കൾ കുടിച്ചോണ്ടങ്ങ് വയ്ക്കും. അപ്പൊ കോഴ്സ് അതോടുകൂടി അങ്ങ് പോവില്ല. എല്ലാവർക്കും ഇപ്പൊ ഇതാ വരുക. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞു രോഗം, എല്ലാവർക്കും രോഗം. ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ പോലും, വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രോഗം വരാതിരിക്കാൻ, വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ നിറകണ്ണുകളോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആ ചെയ്യണം. മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അസ്രായിൽ പറയുന്നു, ഇൻഹിനാഉ ജിസ്മിക ബഅദ ഇസ്തിഖാമതിഹി. അങ്ങയുടെ ശരീരമുണ്ടല്ലോ, ആ ശരീരം വളഞ്ഞു പോവുക, കൂനിപ്പോവുക, നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് നബിയേ മരണത്തിന്റെ മൂന്നാമത്തെ സിഗ്നലാണ്. ഹാദിഹി റുസുലി ഇലാ ബനി ആദമ ഖബലൽ മൗതി. മരണത്തിന് മുമ്പ് ആദം മക്കളിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്ന 3 ദൂതന്മാർ ഇവരാണ് നബിയേ. ഇവരെ പറഞ്ഞു വിടാതെയും ഞാൻ പലരുടെയും റൂഹ് പിടിക്കുന്നുണ്ട്. എന്നാലും മിക്ക ജനങ്ങളിലും ഈ 3 അടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ റൂഹ് പിടിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, ആയിഷ എനിക്കൊന്ന് കിടക്കണം ആയിഷ, എന്റെ ശരീരം തളരുന്നു ആയിഷ.
ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നിലത്തിരുന്നിട്ട് ആ മടിത്തട്ടിലേക്ക് നബി തങ്ങളുടെ പുണ്യ ശരീരം പിടിച്ചു കിടത്തുകയാണ്. തലയറ റസൂലുള്ളാഹിയുടെ തലയറ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ അങ്ങനെ കിടക്കുകയാണ്. ഭർത്താവ് തളർന്നു വന്നാൽ, ഭർത്താവ് ക്ഷീണിച്ചു വന്നാൽ കിടക്കണമെന്ന് പറയുമ്പോ പെണ്ണെ റൂം തുറന്നിട്ട് ഫാനിട്ട് കൊടുത്ത് AC ഓണാക്കി കൊടുത്താ പോരാ, അടുക്കളയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയാ പോരാ, ഭർത്താവിന്റെ കൂടെ ഇരിക്കണം പെണ്ണെ. അതിന് നിനക്ക് കഴിയോ? അതിന് നിനക്ക് സാധിക്കുമോ? കൊല്ലം ജില്ലയിലെ കുണ്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് മാർച്ച് ആദ്യവാരം ഞാൻ പ്രഭാഷണം നടത്തുമ്പോ കുടുംബജീവിതമാണ് പറയുന്നത്. ഒന്നാമത്തെ ദിവസം ഭർത്താവും രണ്ടാമത്തെ ദിവസവും ഭാര്യയുമാണ്. ആ വിഷയത്തിലാണ് അത് വിശദീകരിക്കുന്നത്. ഇപ്പൊ സമയമില്ല. എന്നാലും പണ്ടുള്ള ഉപ്പമാര് ജോലി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഉപ്പമാരുടെ ഭാര്യമാര് നിന്നിരുന്നത് എങ്ങനെയാണ്? ഉപ്പമാര് വരുമ്പോ തന്നെ വാപ്പ വരാറായി, മക്കളെ പെട്ടെന്ന് മുറ്റോക്ക് വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് മുറ്റോക്ക് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വാപ്പ കൂലിവേല ചെയ്ത് വരുമ്പോ ഉമ്മച്ച ഇങ്ങനെ ഇറയത്ത് നിൽക്കും. ഒരു കപ്പിൽ, ഒരു മൊന്തയിൽ, ഒരു കിണ്ടിയിൽ നിറച്ച് കഞ്ഞവെള്ളം, കഞ്ഞോളം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു തോർത്ത് വിയർപ്പ് തുടയ്ക്കാൻ കയ്യിൽ ഇങ്ങനെ വെക്കും. ഭർത്താവ് വന്ന് കയറി ഒന്നെ വരി പറഞ്ഞ് തോർത്തും കൊണ്ട് കൊടുത്ത് വെള്ളവും കൊടുക്കുമ്പോ ഇറയത്തൊരു കസേരയുണ്ട്, അതിലേക്ക് ചാരി കിടന്നിട്ട് ഭർത്താവ് അല്ലാ, ഇന്ന് വാപ്പമാരി എന്ന് ഇറാത്ത കസേര ചാരി കിടന്ന മക്കൾ അറുത്ത് വെച്ചിരിക്കും. ആ കിടക്കണ തലയും കുത്തി മക്കൾ മാറിന്നു. ആലോചിച്ചു നോക്കി പണ്ട് എന്തായിരുന്നു അവസ്ഥ. ഈ പ്രിയപ്പെട്ട ഇന്ന് മൂടിപ്പൊതിഞ്ഞിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിരുന്നത് അങ്ങനെയാണ്. ഭർത്താവ് എവിടെയെങ്കിലും പോവാൻ പോയാൽ അവരുടെ കൂടെ ഇറങ്ങി ഗേറ്റിന്റെ അവിടം വരെ, വാതിലിന്റെ അവിടം വരെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും, മറയുന്നത് വരെ. അതൊക്കെ ഭർത്താവിനോടുള്ള ആദരവാണ്. നമ്മളാണെങ്കിലോ ഭർത്താവ് പോയാലെന്ത് വന്നാലെന്ത്, നമുക്ക് റിയാലിറ്റി ഷോയിൽ അവൻ ജയിക്കണം അവൻ തോക്കണം, അതിന് മെസ്സേജ് അയപ്പാ നമ്മുടെ പരിപാടി. ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്റെ മടിത്തട്ടിൽ കിടന്നു. നബി തങ്ങൾ സന്തോഷത്തോടെ തല വെച്ച് കിടന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിരൽ തുമ്പുകൾ കൊണ്ട് നബി തങ്ങളുടെ ദാടി രോമത്തിലൂടെ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ കടത്തി വിട്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആയിഷാ എന്ത് പരിപാടിയാണ് ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ നിങ്ങളുടെ ദാടി രോമം ഞാൻ എണ്ണി നോക്കാണ് നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ കറുത്ത രോമമാണോ വെളുത്ത രോമമാണോ എണ്ണുന്നതെന്ന് ചോദിക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വെളുത്ത രോമമാണ് എണ്ണുന്നത് നബിയേ. എന്തു മനസ്സിലായി? അള്ളാന്റെ റസൂലിന് ദാടി ഉണ്ടായെന്നു മനസ്സിലായി. അത് മാത്രമല്ല റസൂലുള്ളാഹിയുടെ ദാടിയും നരപിടിച്ച മുടിയുണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? പിന്നെന്തിന് കറുപ്പിക്കണം പോലെ? അള്ളാന്റെ ഹബീബ് എന്ന നരമാറിച്ച മുടി കൊണ്ട് ജീവിച്ചു പോരെങ്കിൽ ആ റസൂലുള്ളാഹിയുടെ സമുദായത്തിൽപ്പെട്ടവന് എന്തിനാണ് നിന്റെ നരച്ച രോമം കറുപ്പിക്കാൻ വേണ്ടി? പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് പണം മുടക്കുന്നത് പോലെ വേണ്ട. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന, നബിയേ കറുത്ത രോമം എണ്ണിയാ തീരൂല്ല, അതുകൊണ്ട് വെളുത്ത രോമമാണ് എണ്ണി നോക്കുന്നത്. വെളുത്ത രോമമാണ് എണ്ണി നോക്കുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, എത്ര രോമമുണ്ട് വെളുത്തത്? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വജത്തഹാ, സഹാബികളോട് പറയുന്നു, സഹാബത്തെ റസൂലുള്ളാഹിയുടെ ദാടിയിൽ 19 വെളുത്ത രോമമുണ്ടായിരുന്നു എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ നബി തങ്ങൾ പറയുന്നു, ആയിഷാ ഇനി ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല. ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ മഹദിയുടെ 2 കണ്ണുകളും അതാ നിറഞ്ഞൊഴുകുകയാ. റസൂലുള്ളാഹിയുടെ വഫാത്ത് പറയാറുള്ള സമയമില്ല, റസൂലുള്ളാഹിയുടെ വസിയത്ത് പറയാറുള്ള സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്നത്തെ വിഷയം എനിക്ക് ആത്മാവിന്റെ നമ്പരങ്ങൾ എന്ന വിഷയത്തിന്റെ പ്രധാന ഭാഗം പൂർത്തീകരിക്കണമെങ്കിൽ അതൊന്നും വിശദീകരിച്ചാ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാർത്ത പറഞ്ഞപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, എന്റെ മരണത്തെ കുറിച്ച് നീ അറിയണ്ട ആയിഷ, എന്റെ മരണത്തെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ലോകത്താര് മരിച്ചാലും ലോകത്താര് മരണപ്പെട്ടു പോയാലും ആയിഷ, അവന്റെ റൂഹുണ്ടല്ലോ, 4-ാമത്തെ മാസം ഉമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് അള്ളാഹു കൊടുത്ത റൂഹുണ്ടല്ലോ, ആ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ 10 സ്ഥലങ്ങളിൽ 10 സമയങ്ങളിൽ ആ റൂഹ് വല്ലാതെ വേദനിക്കുന്നതാണ്, നൊമ്പരപ്പെടുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, എവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്ന റൂഹ് കരയുന്നത് നബിയേ, നൊമ്പരപ്പെടുന്നത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ, ഒന്നാമത് എപ്പോഴാണ് റൂഹ് നിലവിളിക്കുന്നതെന്നറിയോ? നമ്മുടെ മരണപ്പെട്ടു പോകുമ്പോ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന റൂഹ് ഒന്നാമത് പൊട്ടിക്കരയുന്നത് എപ്പോഴെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ മരണപ്പെട്ടു പോയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവര്? ഈ ചക്കുവള്ളിയുടെ മജ്‌ലിസിൽ വെച്ച് ജാലങ്ങ് മരിച്ചു പോയാൽ അല്ലാഹു ദീനിന് വേണ്ടി ഒരുപാട് സ്റ്റേജുകൾ ഏറ്റുകൊടുത്തിരിക്കുകയാണ്. മാസങ്ങളോളം ദിവസങ്ങളോളം എത്രയോ സ്ഥലങ്ങൾ ചെന്ന് വാല് പറയാമെന്ന് പറഞ്ഞ് ആരോഗ്യം കുറവാണെങ്കിലും കുറവല്ല, എന്റെ റഹ്മാനായ പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറയാനുള്ള ആഫിയത്ത് മരിക്കുന്നവർ ഈ പാവപ്പെട്ടവനെ തന്നനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലിനെ കച്ചവട കണ്ടോടുകൂടി കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ആ ഹബീബായ നബി തങ്ങള് നടുറോട്ടിലിട്ട് ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബ് ആരാണെന്ന് പറയാൻ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ മനസ്സു തുറന്നു പറയാൻ കൊതിയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് മരിക്കുന്നവര് അത് പറയാനുള്ള ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സ്റ്റേജിലെങ്ങ് മരിച്ചു പോരാൽ എന്താ നിങ്ങൾ ആദ്യം ചെയ്യുക? പെട്ടെന്ന് വന്നിട്ട് കണ്ണങ്ങോട്ട് തിരുമിയടയ്ക്കുന്ന കൈകാലുകളൊക്കെ മടക്കുകയും നോക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്താ? എന്റെ വസ്ത്രം അഴിച്ചു മാറ്റലല്ലേ, എന്റെ വസ്ത്രമൂരി മാറ്റലല്ലേ? ആ മയ്യത്തിന്റെ വസ്ത്രം, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് അടിച്ചു മാറ്റുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുപോയ റൂഹുണ്ടല്ലോ, ആ റൂഹ് പറയുന്നു, യാ ജമാഅത്തി അസ്റായീൽ റൂഹ് പിടിച്ചതിന്റെ വേദന തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് പതുക്കെ വലിച്ചൂരി എടുക്കണേ. നിങ്ങൾ ആ വസ്ത്രം അഴിച്ചെടുക്കുമ്പോ, ആ ശരീരം കുലുങ്ങുമ്പോ ആ ശരീരത്തിന്റെ വേദന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പതുക്കെ ഡ്രസ് വലിച്ചൂരണേ എന്ന് നമ്മുടെ റൂഹ് മാറി നിന്നുകൊണ്ട് പറയുമ്പോ എന്റെ സഹോദരിമാരെ, മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവര് വന്ന് നമ്മുടെ ഡ്രസ് മാറ്റട്ടെ. ഭാര്യ ഡ്രസ് മാറുമ്പോ റൂമിന്റെ അകത്ത് ഭർത്താവ് നിന്നാൽ ആ ഭർത്താവിനോട് പോലും പറയാറുണ്ട്, ഇക്ക ഒന്ന് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണം ഇക്ക, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. കാരണം നമുക്ക് ലജ്ജയെന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, വിധങ്ങളുടെ സമുദായത്തിന് ആവശ്യമുള്ളതാണത്. അല്ലാഹു നമുക്ക് നിർബന്ധമായും തന്നനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു റൂമിന്റെ അകത്ത് 3 കൂട്ടുകാരാണ് താമസിക്കുന്നതെങ്കിലോ നമ്മൾ ഡ്രസ് മാറുമ്പോ കൂട്ടുകാരൻ കാണാതെ വാതിലിന്റെ മറവിലോ റൂമിന്റെ മൂലയ്ക്കോ മാറും ലജ്ജയല്ലേ? എന്നാ നീയൊന്നും മരിച്ചു കിടക്കുമ്പോ നിന്റെ അനുവാദമില്ലാതെ മരിക്കുമ്പോ ഉസ്താദേ നിങ്ങളുടെ ജുബ്ബ അഴിക്കട്ടെ എന്ന് ഒരു അനുവാദം ചോദിക്കാൻ നിൽക്കാറ്. എന്റെ ജുബ്ബയുടെ ബട്ടൺ സഹിക്കൂലേ, എന്റെ തൊപ്പിയൂരൂലേ? ആ
ആ സമയത്താണ് എന്റെ റൂഹിന് വല്ലാത്ത വേദനയുണ്ടാകുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആത്മഹത്യ ചെയ്തവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? മോർച്ചറിയിൽ വെക്കേണ്ടി അവസ്ഥ വരുന്നവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? വാഹനാപകടത്തിൽപ്പെട്ട് നടുറോട്ടിൽ പടഞ്ഞു മരിക്കുന്നവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ടാൽ അവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 മയ്യത്തുകളുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് കണ്ടവനാ ഞാൻ. എത്രയോ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും എല്ലാം ഉണ്ടല്ലോ. പോലീസുകാര് കത്രിക കൊണ്ടുവന്നിട്ടല്ലേ മോനെ നിന്റെ പാന്റ് അടിച്ചു മാറ്റുന്നത്, മോളെ നിന്റെ ചുരിദാറ് വെട്ടി മാറ്റുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഓയൂര് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട കാമുകി, ആ കാമുകി വേറെ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞ് നട്ടല്ലില്ലാത്തവനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. എന്തിനാണ് മോനെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി അല്ലാഹു കനിഞ്ഞരുളിയ മനോഹരമായ ശരീരത്തെ കൊണ്ടുപോയി എന്തിനാണ് മോനെ നീ കൊലയ്ക്ക് കൊടുക്കുന്നത്? എത്ര മയ്യത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്? എത്ര മയ്യത്താ മോർച്ചറിയിൽ നിന്നും നാഥനില്ലാതെ കിടക്കുന്നത്? അല്ലാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മാസം മുമ്പ് ദുബായിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. അതേ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ചാടി വന്നിട്ട്, കഫീലിന്റെ അടുത്ത് നിന്ന് ചാടി വന്നിട്ട്, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച സഹോദരന് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. ആർക്കും അറിയാൻ വയ്യ, കൊണ്ടുവരാൻ ആളില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല. 5 മാസമാണ് 5 മാസമാണ് മോർച്ചറിക്കകത്ത് സൂക്ഷിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാദാപുരത്തുള്ള ഇസ്മായിലെന്ന സഹോദരൻ അതറിയാൻ ഇടവന്നപ്പോ തിരുവനന്തപുരത്തുകാരനാണ് മരിച്ചതെന്ന് മനസ്സിലായപ്പോ അവിടെയുള്ള ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി പറഞ്ഞു തന്നാൽ ആ സഹോദരന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എത്തിച്ചു തരാ. അങ്ങനെ അന്ന് ഞാൻ പ്രസംഗത്തിന് പോലെ മൂവാറ്റുപുഴ സഹാരി ലോഡ്ജിന്റെ ആ ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു. അതിലേക്ക് ആ സഹോദരനാ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു. സുബ്ഹാനല്ലാഹ്, നെടുമങ്ങാട് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെറിയ വീട്ടിന്റെ അകത്തൊരു ഉമ്മയും മോളുമാണ്. ഈ ഉമ്മാടെ ഭർത്താവാ ഈ മോളെ ഉപ്പച്ചിയാണ് മരിച്ചുപോയത്. അന്ന് ഒഴിച്ച വീട്ടിൽ ചെന്നപ്പോ വിവരം തിരക്കിയപ്പോ ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരാടെ പോയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരി പറയുന്നു, ഉസ്താദേ വാടക കൊടുത്തിട്ട് 3-4 മാസമായി എന്റെ ഭർത്താവ് പൈസ അയക്കുന്നില്ല, എന്റെ ഭർത്താവ് പണമയക്കുന്നില്ല, മോളെ പഠിത്തം മുടങ്ങി നിൽക്കാണ്, 1 രൂപ അയച്ചിട്ട് 7 മാസത്തിൽ കൂടുതലാ എന്നൊക്കെ പൊട്ടിക്കരന്നുകൊണ്ട് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് 5 മാസമായി മരിച്ചുപോയി എന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ കഴിയും പെണ്ണേ? അല്ലാഹു എപ്പോഴാണ് മരണം കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അവസാനം ആ ഉമ്മാടെയും പ്രിയപ്പെട്ട മോളുടെയും സമ്മതപത്രം എഴുതി വാങ്ങിച്ചിട്ടാണ് ദുബായിൽ ആ പ്രിയപ്പെട്ട സഹോദരന് 5 മാസത്തിന് ശേഷം കബറടക്കി പോയത് എങ്കിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്തരമൊരവസ്ഥയിൽ മരിക്കുന്നതിനെ തൊട്ട് റഹ്മാനായ പടച്ചതമ്പുരാ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും കാത്തിരിക്കുന്ന സഹോദരിമാരില്ലേ, 1 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല, 2 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല. അല്ലാഹു അങ്ങനെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ അല്ലാഹു പൂവണിയിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ കരയിപ്പിക്കാതിരിക്കട്ടെ, അവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ. കാരണം വിദേശ രാജ്യത്തോടെ ഭർത്താവ് ഒറ്റപ്പെട്ട് വർഷങ്ങളായി കഴിയുമ്പോ തന്റെ ഭാര്യയെ കാണാതെ മക്കളെ കാണാതെ നെഞ്ചിടിപ്പോടെ നൊമ്പരത്തോടെ കഴിയുമ്പോ അവര് വരുന്നതൊരു സന്തോഷമല്ലേ? അതുകൊണ്ട് മറക്കല്ല പെണ്ണേ, വിദേശ രാജ്യത്തിൽ നിന്ന് വന്ന് കൂട്ടുകാരന്റെ ഭർത്താവയ്ക്കും നമ്മ നാണയത്തിട്ടുകൊണ്ട് പണം കൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്തടിച്ചു പൊളിച്ചു ജീവിക്കുന്ന പെണ്ണേ, ആ ഭർത്താവിന് അപകടം അടുത്തിരിക്കുന്ന മറക്കല്ലേ. നിന്റെ
ആഡംബരം കൊണ്ട് ഭർത്താവാണ് നശിച്ചു പോകുന്നത് മറക്കല്ലേ. അതുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനെ അനുസരിക്കണേ. അതുകൊണ്ട് ആദ്യമായിട്ട് റൂഹ് നിലവിളിക്കുന്നത് നമ്മുടെ വസ്ത്രം അടിച്ചു മാറ്റുമ്പോഴാണ്. സമയമില്ല, വിശദീകരിക്കുന്നില്ല. രണ്ടാമത് എപ്പോഴാണെന്ന് നബിതങ്ങളോട് ചോദിക്കുമ്പോ എപ്പോഴാണെന്നറിയോ രണ്ടാമത് നിലവിളിക്കുന്നത്? ആ മയ്യത്തിനെ വെള്ളത്തുണി കൊണ്ട് മൂടി അങ്ങ് കിടത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയുന്നത് എന്താ? പെട്ടെന്ന് വരണേ, പള്ളിയിൽ ഖബർ വെട്ട് ശരിയായിരിക്കുകയാണ്, അതുകൊണ്ട് കുളിപ്പിക്കാനുള്ള നേരമായെന്ന് പറയുമ്പോ, കുളിപ്പിക്കാനുള്ള സമയമായെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഒരാള് തലയുടെ ഭാഗത്ത് പിടിക്കുന്നു. ഇന്നലെ വരെ ഈ ചക്കുവള്ളിയുടെ പരിസരത്ത് എത്ര അത്യാഗ്രഹത്തോട് ആഡംബരത്തോട് അഹങ്കാരത്തോട് നെഞ്ചു വിരിച്ച് നടന്നവരാണടാ നീ. ഇന്ന് രണ്ടുപേര് തലയിൽ പിടിക്കുന്നു, രണ്ടുപേര് നടുവിൽ പിടിക്കുന്നു, രണ്ടുപേര് കാലിൽ പിടിക്കുന്നു. എന്നിട്ട് വളയാതെ കുലുങ്ങാതെ ഏസിയിട്ട കാറിന്റെ കപ്പ് ചാരിയിരുന്ന് പോയോന്, നാട്ടിലുള്ള പാവപ്പെട്ടവരെ ചവിട്ടി തേച്ചവരെ, പള്ളിയെന്ന് പറയുമ്പോ അരോചകത്വം നിറഞ്ഞ മനസ്സോടെ പുച്ഛിച്ചു തള്ളിയവരെ, അല്ലാഹുവിന്റെ ബാങ്കിന്റെ മറുപടി കൊടുക്കാറ് പേപ്പട്ടിയെ പോലെ ദുനിയാവിന് വേണ്ടി തട്ടൊതുങ്ങാൻ വിധിച്ചവരെ, ഇനിയെങ്കിലും രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര സമയമാ പാഴാക്കി കളഞ്ഞത്? പാതിരാ സമയത്ത് അന്യപുരുഷന്മാരുടെ കൂടെ ഫോണിൽ കുഞ്ഞിക്കുടയുന്ന പെണ്ണേ, പ്ലസ് 1-നും പ്ലസ് 2-നും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ, ആ മൊബൈലിനകത്തോട് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഒരു ദിവസം ഒരു 10 അന്യപുരുഷനുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ പാപം ആർക്കാണ് മോനെ? വാപ്പയായ നിനക്കാണ് മോനെ. വാപ്പ എന്ന് പറഞ്ഞ വയറിളവിൽ നടന്നാ പോരാ, ആ പെണ്ണ് ചെയ്ത പെണ്ണാടിപ്പറക്കുന്ന ഫലങ്ങൾ മുഴുവനും അനുഭവിക്കുന്നത് നീയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അതാ 4 പേര് പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടില് ഒരു പായ വിരിച്ചിട്ടോ ഒരു ഡെസ്ക് പിടിച്ചിട്ടോ അതിന്റെ മുകളിൽ നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. കുളിപ്പിക്കാൻ പോവാട്. ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുളിപ്പിക്കാൻ? എന്റെ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ആരുണ്ട് മോളെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട് മോളെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമയ്ക്കും വേണ്ടി പറന്നുവിട്ട പ്രിയപ്പെട്ട ഉപ്പ, മദ്രസയിൽ ഒരു 5ാം ക്ലാസ് വരെയെങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സംഘാടകര് പറഞ്ഞതാണ് ഉസ്താദേ, ഈ പരിപാടികളും നെട്ടിന്റെ ചിലവുകളും ആരെങ്കിലും കൊടുക്കുന്ന പൈസ അതിന്റെ ലാഭം എത്ര ബാക്കിയുണ്ടോ ആ പൈസ മുഴുവനും നമ്മുടെ മദ്രസക്ക് ബെഞ്ച് വാങ്ങാൻ ഡെസ്ക് വാങ്ങാൻ വേണ്ടി ചിലവെടുക്കാന്ന് പറഞ്ഞപ്പോ മനസ്സിന് സന്തോഷം തോന്നിപ്പോയി. അള്ളാഹു അതിന് സഹായിക്കുന്നവര് അള്ളാഹു സഹായിക്കട്ടെ. അവരുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. ചോദിക്കാണ് സഹോദരിമാരെ, എത്ര പേരുണ്ട് നിങ്ങളുടെ മയ്യത്ത് ഒളിപ്പിക്കാൻ? നിങ്ങളുടെ മോളെ കൊണ്ട് പറ്റോ? ചുരിദാർ വേണമെന്ന് പറയുമ്പോ പാട്ടിയാലയും അനാർക്കലിയും നെറ്റ് ചുരിദാറും ഒക്കെ വാങ്ങി മക്കൾക്ക് കേട്ടിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോള് വികാലാന്റി പോണമെന്ന് പറയുമ്പോ ആ മക്കളെയും വിളിച്ച് തോളത്ത് കയറ്റിയിട്ട് വികാലാന്റിൽ പോയി രാപകലില്ലാതെ വെള്ളത്തിനകത്ത് വെറുപോടെയിട്ട് തുള്ളിച്ചാടാൻ മാത്രം സംസ്കാരം നശിച്ചു പോയ സമുദായമേ, ആരുണ്ടടാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട്? ഈമാനുള്ള ഒരു കൈ കൊണ്ട് വെള്ളം കോരി ഒടിക്കാൻ ഒരാളുണ്ടോ? വാടകയ്ക്കെങ്കിലും ഒരാളുണ്ടോ? എവിടെന്നെങ്കിലും വരുന്ന ആരെങ്കിലും കുളിപ്പിച്ചാ മതിയോ? അതിനാണോ നീ മക്കളെ പെറ്റത് പെണ്ണ്? അതിനാണോ അവർക്ക് മുലപ്പാല് കൊടുത്തതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി ഉറക്കമെടുത്തതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി ജീവിച്ചതുമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മയ്യത്ത് കുളി പഠിപ്പിച്ചു കൊടുത്തോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, മയ്യത്ത് കുളി നിങ്ങൾ പഠിച്ചോ? മയ്യത്ത് കുളി പഠിക്കാനുള്ള മനസ്സ് വെച്ചോ? ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ ഞാൻ മനസ്സുകൊണ്ട് ആവിഷ്കരിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഫോണിലൂടെ വിളിക്കുന്ന, എന്റെ കാസറ്റ് വീട്ടിന്റെ അടുക്കി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഇൻഷാ
ഇൻഷാ അല്ലാഹ് എന്റെ തിരക്കൊടിയുന്ന ഒരു സമയം വരുമ്പോ ഞാൻ നിങ്ങളെല്ലാം ഫോണിലൂടെ വിളിച്ചു പറയും. തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഇൻഷാ അല്ലാഹ് മയ്യിത്ത് പരിവാരത്തിന്റെ ക്ലാസ് എന്റെ നേതൃത്വത്തിൽ നടത്താൻ പോവാണ്. നമ്മൾ പഠിച്ചേ പറ്റൂ പ്രിയമുള്ള ചെറുപ്പക്കാരാ. സിനിമാ ലോകത്തിന്റെ പിന്നാലെ ഓടി നടന്ന എത്രയോ പേര് അസ്രായിൽ കൊണ്ടുപോയില്ലേ, എത്രയോ പേര് മണ്ണോട് ചേർന്ന് പോയില്ലേ. അതുകൊണ്ട് മനസ്സിരുത്തി ചിന്തിച്ചോ, ജീവിതം ഒന്നേ ഉള്ളൂ, നഷ്ടപ്പെട്ട സെക്കൻഡുകളൊന്നും തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ചിരിയും കളിയും മാത്രം മതിയോ, പാട്ടും ഡാൻസും മാത്രം മതിയോ, തമാശയും ചിരിയും മാത്രം മതിയോ? പോരാ പോരാ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ബോധമുണ്ടാവണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചെടുക്കണേ. അത് നിങ്ങളുടെ മക്കളായിരിക്കണേ. നബിതങ്ങൾ പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ ആ സമയത്താണ് റൂഹ് വിളിച്ചു പറയുന്നത്. എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? ജസദീ മുഹ്തരിക്കും ബിഖുറൂജി റൂഹി. റൂഹ് ഊരിയെടുത്തത് കൊണ്ട്, റൂഹ് പുറപ്പെട്ടത് കൊണ്ട് എന്റെ ശരീരത്തിന്റെ അകം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ്, കരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം പതുക്കെ ഒഴിക്കണേ, വെള്ളം നിങ്ങൾ പതുക്കെ ഒഴിക്കണേ. പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 6 മക്കളിൽ സ്കൂളിൽ പോയ, പ്ലേ സ്കൂളിൽ പോയ 6 മക്കൾ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്കൂൾ വാഹനം മറന്നു വീണ് മരിച്ചു പോയപ്പോ 6 മക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? 4.5 വയസ്സുള്ള കുഞ്ഞ് ഉമ്മാടെ കവളത്ത് ചുംബനം തന്നിട്ട് ഉമ്മച്ചി പോട്ടെ എന്ന് പറഞ്ഞ് ടാറ്റാ പറഞ്ഞ് വേഗം തൂക്കിയിട്ട് വാട്ടർ ബോട്ടിലും കയ്യിൽ വെച്ചുകൊണ്ട് ഇക്കാരോടും അനുജത്തിയോടും അനുജരോടും സലാം പറഞ്ഞിട്ട് പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോള്. അതുപോലെ പൊന്നുമോൾ 6 പേര്, 6 പ്രിയപ്പെട്ട മക്കള്, 4 വയസ്സും 4.5 വയസ്സും 5 വയസ്സുമുള്ള മക്കള്, മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ, മക്കളെ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്തു വെച്ച് ഒരു വാപ്പാന്റെ മുമ്പിൽ 4 വയസ്സുകാരനെ കൊണ്ടുവെക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ അരുമ മക്കളെ. നമ്മൾ ചെല്ലുമ്പോ വാപ്പാന്ന് പറഞ്ഞ് തോളത്ത് കയറി ചുംബനം തരുന്ന നമ്മുടെ മക്കളെ, ഉമ്മാന്ന് പറഞ്ഞ് മാറത്തുനിന്ന് മാറാതെ വാരിപ്പിടരുന്ന നമ്മുടെ മക്കളെ തല വെട്ടി കീറിയിട്ട് നെഞ്ചു വെട്ടി കീറിയിട്ട് മുമ്പ് കൊണ്ടുവെക്കുന്ന രംഗത്തെ തൊട്ട് റഹ്മാനായ പടച്ചതമ്പുരാ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിരിച്ചു കളിച്ച് രസിച്ചുകൊണ്ട് നടന്നാ പോരാ. മൊബൈലിന്റെ അകത്തുള്ള ബ്ലൂ ഫിലിം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ സരസീന്ന് പോകാൻ. നിങ്ങളെല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. യുവത്വമല്ലേ, രക്തത്തിളപ്പുള്ള പ്രായമല്ലേ, ഒരുപാട് കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നവരല്ലേ. അതുകൊണ്ട് അറിയാതെ പടർന്നുകൊണ്ട് ആ രോഗം നിങ്ങളിലും വരുമല്ലോ. മോനെ, ഈ സരസ് അല്ലാഹു തന്നതാണ്, ഈ മജ്‌ലിസ് റബ്ബ് തന്നതാണ്. ഈ സരസിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. ക്യാൻസർ തരില്ല അല്ലാഹ്, ട്യൂമർ തരില്ല അല്ലാഹ്, അപകട മരണം തരില്ല അല്ലാഹ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല അല്ലാഹ്. ഇതൊക്കെ വരാനൊരു സെക്കൻഡ് വേണ്ട മോനെ, ഇതൊക്കെ പിടിപെടാനൊരു സെക്കൻഡ് വേണ്ട മോളെ. രണ്ടാമത് റൂഹ് നിലവിളിക്കുന്നത് വെള്ളമൊഴിക്കുമ്പോഴാണ്. മൂന്നാമത് എപ്പോഴാണ് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മയ്യത്തിനെ ഉളുവെടുപ്പിക്കുമല്ലോ, ചരിച്ചു കിടത്തുമല്ലോ, മുതുക് തേച്ചു കൊടുക്കുമല്ലോ. ആ സമയത്തതാ റൂഹ് വിളിച്ചു പറയുന്നു. എന്താ പറയുന്നതെന്നറിയോ? ഇന്ന ജസദീ മജ്റൂഹും ബിഖുറൂജി റൂഹ്. എന്റെ ശരീരത്തിന്റെ പുറഭാഗം മുഴുവനും മുറിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ശരീരത്തെ വേദനിപ്പിക്കല്ലേ, എന്റെ ശരീരത്തെ പതുക്കെ പിടിക്കണേ, പതുക്കെ തേച്ചു കൊടുക്കണേ.
ഷവറിന്റെ അകത്ത് പാട്ടുപാടി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പുഴയിലൂടെ നീന്തി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മണിക്കൂറുകളോളം കൂട്ടുകാരുമൊത്ത് ചോഴിയക്കോട് കുളത്തൂപ്പുഴ തണുപ്പുള്ള ആറിൽ പോയി മുങ്ങിക്കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, വീഗാലാൻഡിന്റെ കടപ്പുറത്ത് വീഗാലാൻഡിന്റെ കൃത്രിമ കടലിന്റെ അകത്ത് കയറി വരാൻ മനസ്സില്ലാതെ നീന്തി കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, മോരെ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ബന്ധുക്കൾ വെള്ളമൊഴിക്കുന്നു, നിന്റെ നഖപ്പിനടിയിലുള്ള അഴുക്ക് പോലും അവരതാ ഇളക്കി മാറ്റുന്നു. ഇനി നാലാമതെപ്പോഴാ കരയുന്നതെന്നറിയോ? അതാണ് മനസ്സ് തളർന്നു പോകുന്ന കരച്ചിലും. റൂഹിന്റെ നാലാമത്തെ കരച്ചിലെപ്പോഴാ? അതാ മയ്യത്ത് കുളിപ്പിച്ച് കിടന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ ഹാളിന്റെ ഭാഗത്ത് പായ വിരിച്ചിട്ടു അതാ കഫം തുണി തയ്യാറാക്കുന്നു, അത്തുറു കുടയുന്നു, പഞ്ഞി ഒരുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തിനേതാ പഴയതുപോലെ വളയാറെ കുലുങ്ങാറെ ചുമന്നു കൊണ്ടുവരുന്നു. ആ കഫം പുടവയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ പിന്നെ സമയമില്ലല്ലോ, ഇന്ന് മുതൽ പിന്നെ ജീവിക്കാനുള്ള പള്ളിക്കാടിലേക്ക് പോകണമല്ലോ. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ മയ്യത്തിനെ പൊതിയുകയാണ്. അത്ര കുടഞ്ഞ് പഞ്ഞി വെച്ചുകൊണ്ടരാ കഫം തുണിയുടെ ഒന്നാമത്തെ തുണി എടുക്കുന്നു, മറുതുണി കൊണ്ട് ചുറ്റുന്നു, അടുത്ത തുണി എടുക്കുന്നു, മറുതുണി കൊണ്ട് ചുറ്റുന്നു. അങ്ങനെ ചുറ്റിയിട്ടരാ ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗം കെട്ടുമ്പോ ആ മയ്യത്തിന്റെ റൂഹ് പറയുന്നു, യാ എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്നെ സ്നേഹിക്കുന്നവര്, എന്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി വന്നവരെ, ലാ തശുദ്ധ കഫന റഅസി, എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ. എന്റെ കാല് കെട്ടിയതുപോലെ പെട്ടെന്ന് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ. ഹത്താ അറാ വജ്ഹ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാപ്പാന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു, അതുകൊണ്ട് മക്കളെ ഒന്നുകൂടി കണ്ടോട്ടെ. ഇന്ന് ഞാൻ അവരെ പിരിയുന്ന ദിവസമാണ്. എന്റെ ഭാര്യയെ കണ്ടോട്ടെ, എന്റെ ഉമ്മാനെ കണ്ടോട്ടെ, എന്റെ വാപ്പാനെ കണ്ടോട്ടെ, എന്റെ മക്കളെ കണ്ടോട്ടെ. അവരവസാനമാറി എന്റെ മുഖമൊന്ന് കണ്ടോട്ടെ. ഈ തുണി കൊണ്ടങ്ങ് മൂടിയിട്ടങ്ങ് കെട്ടിയാ ഇത് അവസാന കാഴ്ചയല്ലേ, ഇത് കെട്ടിപ്പോയാൽ കാണാൻ പറ്റൂലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്തിട്ടുണ്ടോ ആ ഒരു രംഗത്തെ കുറിച്ച്? ഓർത്തിട്ടുണ്ടോ? അവരും ഇവരും മാത്രമല്ല മരിക്കുന്നത്. പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീയും മരിക്കുന്നതാണ്, ഞാനും മരിക്കുന്നതാണ്. എപ്പോഴും ചിന്തിക്കണേ. നിങ്ങൾ പറയുമല്ലോ വാക്ക് വിദ്വാ ചെയ്യുമ്പോ എന്താ കരയുന്നത്? കണ്ണിലും മരന്ന് പുരട്ടിയിട്ടല്ല മോനെ. എന്റെ മരണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്, ചിന്തിക്കണം. അതിനേക്കാൾ അത് ചിന്തിക്കാൻ പറ്റാത്ത എപ്രവൃത്തികെട്ട ചിന്തയാണ് മോനെ നിന്റെ മനസ്സിനെ പിടിച്ചടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കരയാതെ ദുആ ചെയ്യല്ലേ, കരയാതെ ആമീൻ പറയല്ലേ. നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മക്കളെടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന രംഗമൊന്ന് ഓർത്തു നോക്കുക. നമ്മളില്ലാതെ നമ്മുടെ മക്കള് ജീവിക്കുന്ന മോശമായ ദാരുണമായ രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. യതീഖാനയുടെ അകത്ത് ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് വാപ്പയില്ലാത്ത നമ്മുടെ മക്കള് കാത്തിരുന്ന് തളർന്നു വീഴുന്ന രംഗത്തെ കുറിച്ച് ചിന്തിക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കഴിയുമോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നാലാമത്തെ നമ്പരം അതാണ്. ആത്മാവിന്റെ നാലാമത്തെ നമ്പരം അതാണ്. കഫം പതിയുമ്പോ അത് കഴിഞ്ഞിട്ടോ അഞ്ചാമതൊരു നമ്പരമുണ്ട് മോള്. അതെപ്പോഴെന്നറിയോ? ആ വീട്ടിന്റെ അകത്ത് നിന്ന് സന്തൂക്ക് പുറത്തു കൊണ്ടുവന്നെന്ന് പറയുമ്പോ അതാ രണ്ടുപേര് തല പിടിക്കുന്നു, രണ്ടുപേര് കാല് പിടിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന
ഇന്നലെ വരെ മനോഹരമായ കട്ടിൽ കിടന്നവര്, AC-യിൽ കിടന്നവര്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് വെച്ചിട്ട് സന്തോഷിച്ചവര്, എല്ലാ ആനന്ദങ്ങളും എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചവര്, എവിടെ നിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എവിടെ? വെറും 3 തുണ്ട് വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞെടുത്തിട്ട് ഒന്നുമില്ലാതെ മോഡൽ കമ്മലെവിടെ? മോഡൽ വളയെവിടെ? മോഡൽ ചുരിദാർ എവിടെ? ഒരു കല്യാണത്തിന് പോകുന്നെങ്കിൽ എവിടെയൊക്കെ ചുമപ്പിക്കണം പെണ്ണ്, എവിടെയൊക്കെ പെയിന്റ് അടിക്കണം പെണ്ണ്, ചുണ്ടിനകത്ത് മരുന്ന് തേക്കുന്ന പെണ്ണ്, കണ്ണിന്റെ പിരിയത്തിൽ മരുന്ന് തേക്കുന്ന പെണ്ണ്, കണ്ണിന്റെ ഇമയിൽ മരുന്ന് തേക്കുന്ന പെണ്ണ്, അങ്ങനെ ഏതെല്ലാം മോഡൽ ശരീരത്തെ മിനുക്കിക്കൊണ്ട് ഒരുങ്ങിയിറങ്ങുന്ന മോളെ, ഇതാ കുറെ പഞ്ഞിയും അത്തറും വെച്ചുകൊണ്ട് നിന്നെ പൊതിഞ്ഞു. അങ്ങനെ പൊതിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോ 5-ാമതാറോ പറയുന്നതെന്തെന്നറിയോ? മയ്യത്ത് ചുമക്കുന്നവരോട് പറയുകയാ, യാ അഹിബായി, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ഇഷ്ടക്കാരെ, എന്റെ മയ്യത്ത് പരിപാലനത്തിന് വന്ന കൂട്ടരെ, എന്റെ വീടിന്റെ അകത്തൊരാളുണ്ട്. ഇന്നേ ദിവസം തറക്തു ഇമ്രാത്തി അർമില, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാനിതാ വിധവയാക്കിയിട്ട് പോവാണ്. ഇന്ന് മുതൽ എന്റെ ഭാര്യക്ക് ഭർത്താവില്ല, ഇന്ന് മുതൽ എന്റെ ഭാര്യക്ക് ഭർത്താവില്ല, അതുകൊണ്ട് വിധവയാക്കിയിട്ട് പോകുകയാ. വലൈക്കും അല്ലാത്തൂ, നിങ്ങളവളെ ഉപദ്രവിക്കല്ലേ, നിങ്ങളവളെ ബുദ്ധിമുട്ടിക്കല്ലേ. ഭർത്താവും ഭാര്യയുമൊത്ത് ടൂറിന് പോയി വാഹനാപകടം സംഭവിച്ചു, ഭാര്യ രക്ഷപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു പോയാ ഭർത്താവിന്റെ കുടുംബക്കാര് പറയുമല്ലോ, പെണ്ണ് നീ എരണം കെട്ടവളാണ്, ഭാഗ്യം കെട്ടവളാണ്, നീ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് കൊണ്ടാണ് എന്റെ പൊന്നുമോൻ മരിച്ചുപോയെന്ന്. എത്ര കുടുംബത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എത്ര പെൺകുട്ടികൾ അതിന്റെ പേരിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വേണ്ട ഉമ്മ, അള്ളാന്റെ വിധിയെടുക്കാൻ പറ്റൂല. എന്തിനാണ് വന്നു കയറിയ പെണ്ണിനെ ശപിക്കുന്നത്? പെണ്ണ് അബൂദാബിയിൽ കച്ചവടം ചെയ്തിരുന്ന സഹോദരൻ മലപ്പുറത്തുള്ള വീട്ടിലേക്ക് വരാൻ പോയി വാഹനാപകടം സംഭവിച്ചത് നമ്മൾ അറിഞ്ഞല്ലോ. വാഹനാപകടത്തിൽ 4 പേര് മരിച്ചതിൽ 2 പേര് മലപ്പുറം ജില്ലക്കാരായ മുസ്ലിങ്ങളാണ്. അബൂദാബിയിൽ മരണപ്പെട്ടു പോരാ ഒരു മുസ്ലിം ചെറുപ്പക്കാരനതാ നാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുന്നതിന് മുമ്പാണ് മരിക്കുന്നത്. അതേ നാട്ടിൽ താൻ തിരിച്ചെത്തുമ്പോ കാർഗോയിലേക്കുന്ന സാധനങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് 2 മാസം മുമ്പേ തന്റെ ഭാര്യക്കും തന്റെ ഉമ്മാക്കും തന്റെ മക്കൾക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പെട്ടിക്കകത്താക്കി അയച്ചിട്ടാണ് ആ സഹോദരൻ യാത്ര ചെയ്തത്. പക്ഷേ അപകടത്തിൽ അവിടെ മരണപ്പെട്ടു. ആ സഹോദരന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നു. ആ മയ്യത്ത് വന്നതിന്റെ പിറകെ കാർഗോയിൽ സാധനം വരുന്നു. ഓരോന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെന്റെ ഉമ്മാക്കുള്ള പെട്ടിയാണ്, ഇതെന്റെ ഭാര്യക്കുള്ള പെട്ടിയാണ്, ഇതെന്റെ പൊന്നുമോനുള്ളതാണ്, ഇതെന്റെ പൊന്നാര പൊന്നുമോൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ഓരോ പെട്ടിയിലെ ഓരോ സാധനങ്ങളും മാറ്റിവെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ അവിടെ വെച്ച് മരിച്ചുപോയില്ലേ? ഇതാ മയ്യത്ത് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് വലൈക്കും അല്ല, നിങ്ങൾ എന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കല്ലേ, അവള് കാരണമായിട്ടാണ് ഞാൻ മരിച്ചതെന്ന് പറയല്ലേ. എന്റെ ഭാര്യയെ മാത്രമല്ല ഞാൻ വെടിയുന്നത്, തറക്തു ഔലാദീ യുതമാ, എന്റെ മക്കള്, എന്റെ പ്രിയപ്പെട്ട മക്കള്, എന്നെ സ്നേഹിക്കുന്ന മക്കള്, ഉപ്പിച്ചാന്ന് വിളിച്ച് എന്റെ കൂടെ ഓടി വന്ന മക്കള്, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഉപ്പിച്ചാന്ന് പറഞ്ഞ് തോളത്ത് കയറി ചുംബനം തരുന്ന എന്റെ മക്കള്, ആ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ആ മക്കൾക്ക് മുത്തം കൊടുത്ത് ആഗ്രഹം തീർന്നിട്ടില്ല. ഏത് രാത്രി ചെന്നാലും എന്റെ പ്രിയപ്പെട്ടവര്, ഈ സാധുവായ നൗഷാറുവാ കവി പോലും എന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് ചുംബനം കൊടുത്തിട്ടാണ് എന്റെ ഡ്രസ് പോലും മാറ്റുന്നത്. കാരണം ഞാനും നിങ്ങളും അത്രത്തോളം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ. കൊതി തീരുന്നത് വരെ മക്കളെ കാണാൻ, ആ മക്കൾക്ക് ചുംബനം കൊടുക്കാൻ, ആ മക്കളെ താലോലിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ മയ്യത്തിന്റെ റൂഹഞ്ചാമത് വിളിച്ചു പറയുന്നു, തറക്തു ഔലാദീ യുതമാ, എന്റെ
പൊന്നുമോനെ ഇന്ന് മുതൽ യതീമാണ്, എന്റെ പൊന്നുമോൾ ഇന്ന് മുതൽ യതീമാണ്. അതുകൊണ്ട് വാലയിക്കും അല്ല തൂതൂഹും, നിങ്ങൾ അവരെ ഉപദ്രവിക്കല്ലേ, നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കല്ലേ, നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തല്ലേ എന്ന് നൊമ്പരത്തോടെ വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ യതീമാക്കിയിട്ട് പോയാൽ ആര് നോക്കുമെന്റെ മുസ്ലിമേ? ആ മക്കള് ആര് വളർത്തുമെന്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കള് കൊച്ചാപ്പയുണ്ട്, അനിയനുണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ അവർക്കൊരു പരിധിയില്ലേ? അത് കഴിഞ്ഞ നമ്മുടെ മക്കള് ഭക്ഷണം കിട്ടാതെ നടുറോട്ടിൽ വലിച്ചെറിയപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആർക്കും വേണ്ടാറ് യതീംഖാനയുടെ വിറകിലേക്ക് മാറ്റപ്പെടുമ്പോ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു ദുആയും ഒരു സൂറത്തും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്.